സ്രാവ് മീൻ വെച്ചിട്ട് ബിരിയാണിക്ക് മസാല തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ വളരെ എളുപ്പത്തിലും ടേസ്റ്റോട് കൂടിയൊരു ബിരിയാണിക്കുള്ള മസാല എങ്ങനെ തയ്യാറാക്കുകയെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്രാവ് കൊടുക്കുന്നുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഒരു ചെറിയ മീൻ കട്ട് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗം നമുക്ക് വേർതിരിച്ചെടുക്കണം. മീനൊക്കെ വൃത്തിയാക്കി വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് തക്കാളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ പച്ചമുളക്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ഇതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ച ഗരം മസാലയാണ്, ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മീനിൻ്റെ മേലെ മസാല പിടിക്കുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. നോമ്പല്ലേ, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട്. ഇനി ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീൻ ഫ്രൈ ചെയ്തെടുക്കൽ കഴിഞ്ഞു. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതേപോലെ മീൻ ഫ്രൈ ചെയ്തതിന് ലേശം എണ്ണ ബാക്കി വരുത്തിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞു. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് ഞാൻ ഈ മസാല റെഡിയാക്കാൻ പോകുന്നത്.
അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ മസാലകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി തയ്യാറാക്കുമ്പോൾ മല്ലിപ്പൊടി അധികം ഇടാറില്ല. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 4 പച്ചമുളക് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. വൈകുന്നേരത്താണ് വീഡിയോ എടുക്കുന്നത് പറഞ്ഞില്ലേ. ഈ സമയത്ത് നല്ല ഇടിയും മഴയും വന്നു. ഇപ്പോൾ കറണ്ടൊന്നും ഇല്ലാതെയാണ് വീഡിയോ എടുക്കുന്നത്. അത് കാരണം മുഴുവനായിട്ടൊന്നും ഇതിൽ ക്ലിയറായിട്ട് കാണുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അധികം ബുദ്ധിമുട്ടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു ബിരിയാണി മസാലയാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. കറണ്ട് ഇല്ലാത്ത കാരണം ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നല്ല ഇടിമിന്നൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കാണാം. ഞാൻ എടുക്കണില്ല എന്ന് വിചാരിച്ചു, പിന്നെ എത്ര ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. ബിരിയാണിൻ്റെ മുഴുവനായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ബിരിയാണി മസാല ആക്കിയിട്ട് പിന്നെ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡിയായി. മറ്റൊരു സ്റ്റവിൽ ഞാൻ കുക്കറിലാണ് ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതേപോലെ ഒരു ബിരിയാണി മസാല ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുക്കറിൽ കുറച്ച് റൈസും കൂടി ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ തന്നെ ഒരു ബിരിയാണി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തതാണിത്. നിങ്ങൾക്ക് എൻ്റെ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.